ഹായ് സർ. സർ, നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിന് മരുന്നല്ലാതെ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ചികിത്സ അവൈലബിൾ ആണോ? ഫെബി, നമ്മുടെ പാർക്കിൻസൺ രോഗം നമുക്കറിയാവുന്ന പോലെ ഒരു തലച്ചോറിൻ്റെ തേയ്മാന രോഗമാണ്. നമ്മുടെ ചലനങ്ങളുടെ വേഗതയും കൃത്യതയും നിയന്ത്രിക്കുന്ന ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ തലച്ചോറിൻ്റെ കുറയുന്നത് കൊണ്ടാണ് ഈ പാർക്കിൻസൺ രോഗം വരുന്നത്. രോഗികൾക്ക് ആദ്യത്തെ കുറേ വർഷങ്ങൾ മരുന്നുകൾ മൂലം, അതായത് ഡോപ്പമിൻ കെമിക്കലോ അല്ലെങ്കിൽ ഡോപ്പമിൻ പോലെ ആക്ട് ചെയ്യുന്ന മറ്റ് കെമിക്കലുകളോ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് ഈ രോഗലക്ഷണത്തിന് നല്ല ആശ്വാസം കിട്ടും. എന്നാൽ കാലക്രമേണ ഈ രോഗം പഴകുന്ന സമയത്ത് അവർ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിൻ്റെ ഗുണം നന്നായിട്ട് ലഭിക്കുകയും എന്നാൽ ശരീരത്തിൽ നിന്ന് ഈ മരുന്ന് പുറത്തു പോകുന്ന സമയത്ത് രോഗലക്ഷണങ്ങൾ തിരിച്ചു വരികയും ചെയ്യുന്ന മോട്ടോർ ഫ്ലക്ച്വേഷൻ എന്നൊരവസ്ഥ വരും. നമ്മൾ ഈ മോട്ടോർ ഫ്ലക്ച്വേഷനെ മറികടക്കാനായി ഡോസുകൾ കൂട്ടുന്ന സമയത്ത് അവർക്ക് ആ മരുന്ന് എക്സസ് ആയിട്ട് പൊളച്ചിൽ പോലുള്ള അധിക മൂവ്മെൻറ്റുകളും കാണാറുണ്ട്. പിന്നീട് ചില രോഗികൾക്ക് നമ്മൾക്ക് വിറയൽ മരുന്ന് കഴിച്ചാലും മാറാതെ നിൽക്കും. അപ്പോൾ ഈ രോഗികൾക്ക് പ്രത്യേകിച്ച് ഈ മരുന്ന് ചികിത്സ കൊണ്ട് നല്ലൊരു ബെനിഫിറ്റ് കിട്ടാത്ത, രോഗം വളരെയധികം പ്രോഗ്രസ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഒരു ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊരു പ്രൊസീജിയർ എന്ന ചികിത്സാ രീതിയായിട്ട് അവൈലബിൾ ആണ്. ഇത് അഡ്വാൻസ്ഡ് പാർക്കിൻസൺ ഡിസീസിൽ മെഡിക്കൽ മാനേജ്മെൻറ്റിനേക്കാൾ പഠനങ്ങളിൽ കൂടി എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച ഒരു ചികിത്സാ രീതിയാണ്. ഏകദേശം 25 വർഷത്തിന് മുകളിലായി ഈ ചികിത്സ ലോകത്തെമ്പാടും നടന്നു വരുന്നത്. താങ്ക് യു സർ.